അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലെ രണ്ട് പ്രധാനപ്പെട്ട അനുഗ്രഹമാണ് ആരോഗ്യവും ഒഴിവു സമയവും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാനെപ്പോഴും പറയാറുള്ളത്, ഹിദായത്ത് ഉൾപ്പെടെയുള്ള വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ളത് ആരോഗ്യമാണ്. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും നമ്മോട് ആവശ്യപ്പെട്ട ഒരു പ്രധാനപ്പെട്ട സംഗതി സലുല്ലാഹുൽ ആഫിയ. നിങ്ങൾ അള്ളാഹുവിനോട് ആഫിയത്തിന് ചോദിക്കണം, ആരോഗ്യത്തിന് ചോദിക്കണം. അപ്പോൾ നമുക്കൊക്കെ സുന്നത്ത് നമസ്കാരങ്ങളുടെ സുജൂദിലും അല്ലാത്ത പ്രാർത്ഥനകളിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ചെറിയ പ്രാർത്ഥന ഉണ്ട്. ഒരു പക്ഷേ നിങ്ങളും ഞാനുമൊക്കെ ആ പ്രാർത്ഥന ചോദിക്കാറുണ്ടാകും. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്ന പ്രാർത്ഥന. അള്ളാഹുവേ, എനിക്ക് നീ മാപ്പ് നൽകണമേ, അതോടൊപ്പം തന്നെ എനിക്ക് നീ ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ആരോഗ്യം ഞാൻ ഇത്ര ഗൗരവമായിട്ട് പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊക്കെ സംഘടനാ പ്രവർത്തകന്മാരായിട്ട് കുറേ കാലം ഓടി നടക്കുമ്പോൾ ചിലപ്പോൾ രോഗികളെയൊക്കെ കാണാൻ പോവും. അതോടനുബന്ധിച്ച് കരിപ്പൂരിൽ വെച്ച് നടന്ന മുജാഹിദ് സമ്മേളനത്തിൽ 1-2 രോഗികളെ കാണാനുള്ള ഒരു അവസരം എനിക്ക് ലഭിച്ചിരുന്നു. അവരേറ്റവും കൂടുതൽ പങ്കുവെച്ചൊരു സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിന് വേണ്ടി ഓടി നടക്കുന്ന രൂപത്തിൽ പോസ്റ്റർ ഒട്ടിക്കാൻ വേണ്ടി, ലഘുലേഖ കൊടുക്കാൻ വേണ്ടി, യോഗങ്ങളിൽ നിന്ന് യോഗങ്ങളിലേക്ക് ഓടി നടക്കുന്ന രൂപത്തിൽ എനിക്ക് യോഗത്തിലൊന്നും വരാൻ കഴിയാത്ത രൂപത്തിൽ ഞാൻ ബെഡഡായിപ്പോയല്ലോ എന്നതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് നിങ്ങൾ ബെഡഡായി, നാളെ ഞാനുമാകും. അതുകൊണ്ട് ഈ സംസാരം ശ്രവിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരോട് വളരെ ആത്മാർത്ഥമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, എല്ലാ കാലവും ഇങ്ങനെ ഓടാൻ കഴിയില്ല. ഞാൻ നന്മണ്ടയിൽ നിന്ന് ഒരു സ്ഥലത്ത് വണ്ടി വെച്ച് ബസ് കയറിയിട്ടാണ് വരുന്നത്. ആ ബസ് കയറിയിട്ട് വരാൻ എനിക്കിപ്പം നിലവിൽ ശാരീരികമായിട്ടൊരു പ്രയാസമില്ല. ഇന്നലെയും മെനയാന്നൊക്കെ പല പല പ്രോഗ്രാമുകൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അതെനിക്ക് എങ്ങനെ പോകാൻ പറ്റിയെന്ന് ചോദിച്ചാൽ, റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് ആരോഗ്യം നൽകിയെന്നാണ്. ഇപ്പോൾ ചില ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പം ഞാൻ സംഘടനാ പ്രവർത്തന രംഗത്തൊന്നും വളരെ ആക്റ്റീവായിട്ടില്ല എന്ന് പറയാറുണ്ട്. എന്തേന്ന് ചോദിക്കുമ്പോൾ മൊത്തത്തിലൊരു മടുപ്പ് വന്നു എന്നാണ്. അങ്ങനെ മടുക്കേണ്ടവരല്ല നിങ്ങളും ഞാനും. ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തു തീർത്തുകൊണ്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ പാടുള്ളൂ. ആ പിരിഞ്ഞു പോകണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഈ ആരോഗ്യം ഉണ്ടാവണം. ഈ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും ആരാണോ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ വിജയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് ഒരു പക്ഷേ നിങ്ങൾ പല സന്ദർഭങ്ങളിൽ കേട്ടിട്ടുണ്ടാകും. ആ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും പറഞ്ഞപ്പോൾ ഉപയോഗിച്ചൊരു പദമുണ്ട്, നിഅമത്താനി, 2 അനുഗ്രഹങ്ങൾ. മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്ന, ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരായി പോകുന്ന 2 അനുഗ്രഹങ്ങളാണ്. സത്യത്തിൽ അത് അനുഗ്രഹമാണ്, പക്ഷേ ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിതരായി പോയില്ല. 1 അസ്സഹത്ത്, ആരോഗ്യം, 2 വൽ ഫറാഗ്, ഒഴിവ് സമയം. അപ്പോൾ ഇത് വഞ്ചിതരായി പോകുക എപ്പോഴാ? എനിക്ക് കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തെയും എനിക്ക് കിട്ടിയിരിക്കുന്ന ഒഴിവ് സമയത്തെയും ഞാൻ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് സത്യത്തിൽ ഞാൻ ഈ ആരോഗ്യത്തിലും ഒഴിവ് സമയത്തിലും വഞ്ചിതരായി പോവുക. ഇന്നത്തെ ദിവസം എടുത്തോളൂ നിങ്ങൾ. ഇന്നത്തെ ദിവസത്തെ പറ്റി നാളെ ചോദ്യമുണ്ട് അള്ളാഹുവിനോട്. എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പ്രഭാത നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോയിട്ടുണ്ട് ജമാഅത്തിന്, അൽഹംദുലില്ലാ. പ്രഭാത നമസ്കാരത്തിന് പള്ളിയിൽ പോയി എൻ്റെ കുടുംബപരമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ നിങ്ങളേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യം നിർവഹിക്കാൻ വേണ്ടി വയനാട് ചുരം കയറി ഇവിടെ എത്തി. എനിക്ക് ചോദിക്കുമ്പോൾ ഇന്ന് മറുപടി പറയാനുണ്ട് എൻ്റെ മുമ്പിൽ, അൽഹംദുലില്ലാ. നിങ്ങളോട് ഇന്നത്തെ ദിവസത്തെ പറ്റി ചോദിക്കുമ്പോൾ നിങ്ങൾക്കും കൃത്യമായിട്ട് മറുപടി പറയാനുണ്ട്. എന്തേ മറുപടി? ഇവിടുത്തെ ജില്ലാ കമ്മിറ്റി ഇങ്ങനൊരു കോൺഫറൻസ് നിശ്ചയിച്ചു, ഞങ്ങളെ പ്രതിനിധികളായിട്ട് നിശ്ചയിച്ചു. അൽഹംദുലില്ലാ, ഞങ്ങൾ ആ വിളിക്ക് ഉത്തരം നൽകി. ആ വിളിക്ക് ഉത്തരം നൽകി നമുക്കിവിടെ ഇരിക്കാൻ പറ്റി സംതൃപ്തിയോടുകൂടി സമാധാനത്തോടുകൂടി ഇവിടുന്ന് നമുക്ക് തിരിച്ചു പോകാനും കഴിഞ്ഞു. ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ ദിവസങ്ങൾ. നമുക്ക് ഫാമിലിയുമായി ബന്ധപ്പെട്ട് കറങ്ങാൻ അവകാശമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ മതത്തിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ ആകാശത്തിൻ്റെ ചുവട്ടിലെ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് നേരത്തെ ഇവിടെ ഖലീൽ റഹ്മാൻ സൂചിപ്പിച്ച രൂപത്തിൽ ദഅവത്ത്, പ്രബോധനം. ആ പ്രബോധന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കൂടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്,
സംഘടനാ പ്രവർത്തകന്മാർക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. അതെന്താ? അവർക്ക് ഈ ഒരു സംഘടനയിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും അല്ല എങ്കിൽ പോലും അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ ഉൾപ്പെടുന്ന ഒരാളുണ്ട്, അതെന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ നാട്ടിലൊരു ഉമ്മർ സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോയി. അദ്ദേഹത്തിൻ്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. എൻ്റെ നാട്ടിലെ സംഘടനാ പ്രവർത്തനം മണ്ഡലം സമ്മേളനങ്ങൾ വ്യാപകമായി നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്നാണ് MSMൻ്റെ ഒരു പ്രവർത്തകനായപ്പോൾ, ISMൻ്റെ പ്രവർത്തകനായപ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന നോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, സമ്മേളനം തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്വാഗത സംഘം രൂപീകരിക്കും. സ്വാഗത സംഘം രൂപീകരിച്ച് കഴിയുമ്പോൾ ഫുഡിൻ്റെ കൺവീനറാക്കിയിട്ട് നമ്മൾ വേറെ ഒരാളെയും നോക്കേണ്ടതില്ല, അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം വരുന്ന പ്രതിനിധികൾക്ക് മുഴുവനും ഭക്ഷണം കൊടുത്ത് തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ ഒന്ന് കൈപിടിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് ഫുഡ് എന്ന്. അപ്പോൾ എല്ലാവരും അൽഹംദുലില്ലാ എന്ന് പറയും. അവസാനത്തെ ആ ചെമ്പ് കൂടി കഴുകി പാത്രമെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ അദ്ദേഹം സമ്മേളന നഗരി വിട്ടുപോവുകയുള്ളൂ. പക്ഷെ ഞാൻ അദ്ദേഹത്തെ പലപ്പോഴും ഈ വേദിയിൽ കാണാറില്ല. ഒരു സ്വാഗത ഭാഷണത്തിനോ അധ്യക്ഷ പ്രസംഗത്തിനോ മറ്റു പ്രഭാഷണങ്ങൾക്കൊന്നും അദ്ദേഹത്തെ കാണാറില്ല. പക്ഷെ അദ്ദേഹത്തെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം അതിമനോഹരമായ രൂപത്തിൽ നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മേളനത്തിൻ്റെ തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കും. അവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയിരിക്കുന്ന എന്നെപ്പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ സലാമുട്ടിലെ പോലെ ജലീലിനെ പോലെയുള്ള ഒരു വലിയ റോള് തന്നെയാണ് അദ്ദേഹം അവിടെയും ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സംഘടന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അദ്ദേഹം കടന്നു വന്നപ്പോൾ പ്രബോധന പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വം നിർവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് സംഘടന നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷവും ഒരു അഭിമാനം നൽകുന്ന ഒരു ഭാഗവും. പക്ഷെ അദ്ദേഹവും എന്തായി, നമ്മുടെ ഈ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിയായി. എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാരുടെ കൂട്ടത്തിൽ വ്യത്യസ്ത കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കഴിവുകൾ ഒരു പക്ഷേ പ്രഭാഷണം മാത്രമായിക്കൊള്ളുന്നില്ല. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ ശില്പി വിജയി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങളും ഞാനും ഒന്നോ രണ്ടോ ആളുകളെ പേര് പറയും. പക്ഷേ ഇവിടെ മെസ് ഹാളിൽ അല്ലെങ്കിൽ ഭക്ഷണപ്പുരയിൽ രാവിലെ മുതൽ അധ്വാനിച്ച് തിരിച്ചു പോയിരിക്കുന്ന കുറേ ആളുകളുണ്ടാകും. അവരും ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത്, സംഘടന എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് തെളിമയാർന്ന ആദർശമുള്ള മർക്കസുദ്ദഅവ വിഭാഗത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ വിശ്രമിക്കേണ്ട ആളുകളല്ല. നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നിങ്ങൾ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഗൃഹാങ്കണ സംഗമങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, വഅള് പരമ്പരകൾ സംഘടിപ്പിച്ചിട്ടുണ്ട്, ശാഖാസംഘങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് നമുക്ക് സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞു. ആ പ്രബോധന മേഖലയിൽ എനിക്ക് നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്, ബെഡഡായി പോകുന്നതിന് മുമ്പ് എനിക്ക് ചെയ്യാൻ കഴിയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നെറ്റിത്തടത്തിൽ വേർപ്പോടുകൂടി ഇവിടുന്ന് യാത്ര പോവാൻ നമ്മൾ ശ്രമിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വേറെ ഒന്ന് രണ്ട് മഹാന്മാരുണ്ട്, എനിക്ക് അവരെ പറ്റിയൊക്കെ അഭിമാനം തോന്നും. ഞാനിങ്ങനെ അനുഭവങ്ങൾ, നമ്മുടെ സംഘടനാപരമായ പല പരിപാടികളൊക്കെ പങ്കെടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ അനുഭവങ്ങൾ പറയുന്നത്. ചില ആളുകളെടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവരൊന്നും പരിചയം ഉണ്ടാവില്ല. ഒരു നാട്ടിലൊരു പള്ളി ഉദ്ഘാടനത്തിന് പോയി. ആ പള്ളി ഉദ്ഘാടനത്തിന് പോയി തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ എന്നെ വണ്ടിയിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി വന്നൊരു സുഹൃത്തുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചു, പള്ളി എങ്ങനെ ഉണ്ട് എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മനോഹരമായിട്ടുണ്ട്. ആരാണിതിൻ്റെ പ്ലാൻ? ഒന്ന് രണ്ടാളെ പ്ലാന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഫണ്ട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ ആത്മസുഹൃത്ത് പറഞ്ഞു, ഞങ്ങൾ വിദേശത്തേക്കൊന്നും പോയിട്ടില്ല, ഈ നാട്ടുകാരിൽ നിന്നാണ് പണം ശേഖരിച്ചത്. അങ്ങനെ ഞങ്ങൾ പണം ശേഖരിച്ച് മുന്നോട്ട് പോയപ്പം ഞങ്ങൾക്ക് മതിയാവാതെ വന്ന് ഞങ്ങൾ അടുത്ത നടപടി സ്വീകരിക്കാൻ വേണ്ടി പോയപ്പോൾ ഒരാൾ ഞങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ പിരിവിന് ഇനി എവിടെയും പോകേണ്ടയില്ല, ഈ പള്ളിക്ക് എത്ര പണം ഇനി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിനൊരു എസ്റ്റിമേറ്റ് എടുത്തപ്പം 50 ലക്ഷം രൂപ കൂടി ആ പള്ളിക്ക് വേണം. 50 ലക്ഷം രൂപ കൂടി ആ പള്ളിക്ക് വേണം. ആ മനുഷ്യൻ്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, ആളെ പേരൊന്നും നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അദ്ദേഹം ഒരു കണ്ടീഷൻ മാത്രമാണ് പറഞ്ഞത്. ഈ പള്ളിയുടെ ഉദ്ഘാടന പരിപാടിയിലോ അതോടൊപ്പം തന്നെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന വരവ് ചെലവ് റിപ്പോർട്ടിലോ എൻ്റെ പേര് നിങ്ങൾ എവിടെയും പരാമർശിക്കില്ല എങ്കിൽ 50 ലക്ഷം രൂപ ഞാൻ നൽകാം. അദ്ദേഹത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ ആദർശ പ്രബോധന രംഗത്ത്
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് അള്ളാഹുവിൻ്റെ സുജൂദ് ചെയ്യുന്ന പള്ളി. ആ പള്ളിക്ക് വേണ്ടി സാമ്പത്തികമായ സഹായം ചെയ്യാൻ അദ്ദേഹം തയ്യാറായി. പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് നോട്ടീസിൽ നമ്മൾ എവിടെയും കാണൂല. അദ്ദേഹം സ്വാഗത പ്രസംഗം നടത്താനുണ്ടാവില്ല. അവരും ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. വൈവിധ്യങ്ങളാണ് ഈ സംഘടന ഏറ്റവും വലിയ പ്രത്യേകത. വിവിധങ്ങളായിരിക്കുന്ന കഴിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രബോധന മേഖലയിലേക്ക് പോകാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തണം. ഇമാം ഹസനുൽ ബസരിയുടെ മനോഹരമായിരിക്കുന്ന കുറേ കോട്ടിങ്സ് ഉണ്ട്. ഞാനിങ്ങനെ ക്രോഡീകരിച്ചു വെച്ചു. ആ കോട്ടിങ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് എനിക്ക് വളരെ തൃപ്തി തോന്നി. അദ്ദേഹം പറഞ്ഞു, മാ നദിംതു അലാ ഷൈഇൻ നദമി യൗമൻ ഖറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസ്ദ് ഫീഹി അമലി. രാത്രിയാകുമ്പം എൻ്റെ ടെൻഷൻ ഒറ്റ ടെൻഷൻ മാത്രമേ ഉള്ളൂ. രാത്രിയാകുമ്പോൾ ഞാൻ വിരിപ്പ് പോകുമ്പോൾ ഞാനൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തും. ആ സെൽഫ് ഇവാലുവേഷനിലെ എനിക്കുള്ള ഏറ്റവും പ്രയാസപ്പെട്ട ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ, പ്രഭാതമായി വൈകുന്നേരമായി എൻ്റെ ദുഃഖം നഖസ ഫീഹി അജലി ഫലം യസ്ദ് ഫീഹി അമലി. സൂര്യൻ കിഴക്കുദിച്ചു, പടിഞ്ഞാറ് അസ്തമിച്ചു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ നിന്ന് ആയുസ്സിൻ്റെ ഒരു ദിനം പോയി കഴിഞ്ഞു. പക്ഷേ ആയുസ്സിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഇന്ന് എൻ്റെ പ്രവർത്തനത്തിൽ ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടമാണ് എനിക്കുള്ളത്. എന്ന് പറഞ്ഞാൽ പ്രദോഷത്തിൽ ഞാൻ പ്രവേശിക്കുമ്പോൾ ഇന്ന് പുതുമയുള്ള ഒരു പ്രവർത്തനം എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന വലിയ സങ്കടമാണ് എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ വൈകുന്നേരങ്ങളിൽ നിങ്ങളും ഞാനും കിടന്ന വിരിപ്പിൽ വെച്ചുകൊണ്ട് ഒരാത്മപരിശോധന നടത്തുമ്പോൾ ഒരുപാട് ആളുകളുടെ ആത്മപരിശോധന ഫലം 0 ആയിരിക്കും. ഒരു പക്ഷേ എൻ്റെ സമ്പാദ്യത്തിന് വേണ്ടി, എൻ്റെ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി മാത്രം ജീവിതം മാറ്റിവെച്ച നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. പക്ഷെ ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്ത് നിർവഹിക്കാൻ ചിലപ്പോൾ നമ്മൾ മടി തോന്നും. ഷബാബിൻ്റെ കോപ്പി ചേർക്കാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ, പുടവക്ക് വേണ്ടി കോപ്പി ചേർക്കാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ, ഈ ക്യാമ്പിൻ്റെ സ്ക്വാഡ് വർക്ക് നടത്താൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോൾ 100 കണക്കിന് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നോട്ട് പോയിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. എനിക്ക് നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, അതിന് പോയതിൻ്റെ പേരിലൊന്നും, ഈ പ്രബോധന പ്രവർത്തനത്തിൻ്റെ പേരിലൊന്നും നമ്മുടെ സമ്പത്തിനൊന്നും ഒരു കുറവും വരൂല. ബർക്കത്തല്ലാത്ത, നിഅമത്തല്ലാത്ത, സൗഭാഗ്യമല്ലാത്ത ഒന്നും ഉണ്ടാവൂല. നിങ്ങൾ പ്രവർത്തിച്ചോളൂ. എൻ്റെ മുമ്പിൽ അത് പ്രവർത്തിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. നമ്മുടെ ജീവിതാനുഭവം അത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി മാറി നിൽക്കേണ്ടതില്ല. ഈ ആദർശ കൂട്ടായ്മയിലേക്ക് നമ്മൾ നടന്നെടുക്കുകയും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആത്മാർത്ഥമായിരിക്കുന്ന പ്രവർത്തനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി സമ്പാദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് കഴിയണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ആളുകളിരുന്ന സദസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 3-4 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 4 ചോദ്യങ്ങളിൽ പ്രധാനമായിട്ട് ഒരു ചോദ്യം മാത്രമേ വ്യക്തിപരമായ വിഷയമുള്ളൂ, ബാക്കിയൊക്കെ സാമൂഹ്യമായിരിക്കുന്ന വിഷയമാണ്. അതിലൊന്നാമത്തെ ചോദ്യം, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമൻ, ഇന്ന് നോമ്പ് നോറ്റ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? സുന്നത്ത് നോമ്പ് നോറ്റിരിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കിന്ന് നോമ്പുണ്ട്, എനിക്ക് നോമ്പുണ്ട്. അടുത്ത റസൂലിൻ്റെ ചോദ്യം, മൻ അത്അമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്ന് പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിരിക്കുന്ന ആരെങ്കിലും എൻ്റെ കൂട്ടത്തിൽ ഈ കൂട്ടത്തിലുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് ഞാനൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, മൻ ആദ മിൻകുമുൽ യൗമ മരീളൻ, ഇന്ന് ആരെങ്കിലും ഒരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ടോ? ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം, മൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്നൊരു മയ്യത്തിൻ്റെ കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നുണ്ടാകും, ഒരു രോഗിയെ സന്ദർശിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ആനക്കാര്യമാണോ എന്ന് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, അന്നൊരു രോഗിയെ സന്ദർശിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടി പോകേണ്ടി വരും. വാഹന സൗകര്യങ്ങളൊക്കെ കുറവല്ലേ? ഇന്ന് നമുക്കൊരു രോഗിനെ സന്ദർശിക്കണമെങ്കിൽ നിമിഷ നേരം കൊണ്ട് കഴിയും. ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എല്ലാറ്റിനും ആൻസർ പറഞ്ഞു, ഒക്കെ ഓക്കെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തരം ക്വാളിറ്റി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അയാൾ അദ്ദേഹം സ്വർഗത്തിലായിരിക്കുന്ന. ഇതിലൊരു വലിയ പാഠമുണ്ട് ഈ സംഭവത്തിൽ. എന്താ പാഠം? തൻ്റെ ആയുസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തൻ്റെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് സ്വാന്തനമേകാനും ഞാനുണ്ട് എന്ന ഒരു പ്രഖ്യാപനവും ഈ സമൂഹത്തിന് വലിയൊരു സന്ദേശമാണ് നൽകിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബോധപൂർവമായിട്ടുള്ള ചോദ്യമാണ് അവിടെ ചോദിച്ചത്. നമ്മോട് ചോദിക്കുമ്പം എത്ര ഉത്തരം നമുക്ക് പറയാൻ കഴിയും? അതുകൊണ്ട്
നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രധാനപ്പെട്ട അവസരങ്ങളെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിയിൽ ചെലവഴിച്ച്, ആരോഗ്യത്തെയും ഒഴിവ് സമയത്തെയും അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി ഉണ്ടാകും, നമുക്ക് തന്നെ ഒരു സമാധാനമുണ്ടാകും. ആ സമാധാനം കിട്ടണമെങ്കിൽ കർമ്മവീതിയിൽ ഇറങ്ങണം. മാത്രമല്ല, വിശുദ്ധ വേദകൃതമായ ഖുർആനിൻ്റെ ഒരു മനോഹരമായ പ്രയോഗമല്ലേ, എനിക്കൊക്കെ എന്നും ആവേശം നൽകുന്ന ഒരു പ്രയോഗം കൂടിയാണ് ഖുർആനിലെ വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ. അവിടെ ഒരു പ്രയോഗമുണ്ട്, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ചാലുള്ള ഗുണം എന്താ അറിയോ? നിങ്ങൾക്ക് നാം കുറേ വഴികൾ തുറന്നു തരും. സബീല് എന്ന് പറഞ്ഞാൽ ഒരു വഴി. നാം അവിടെ ഖുർആൻ ഉപയോഗിച്ചിരിക്കുന്ന പദം സബീല് എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിൻ്റെ ബഹുവചനമാണ്. സുബില് എന്നാണ് ഉപയോഗിച്ചത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടിപ്പുറപ്പെടുമ്പോൾ, ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ അറിയാത്ത വഴിയിലൂടെയുള്ള സഹായങ്ങൾ അള്ളാഹു നമുക്ക് നൽകും. ഞാനൊരിക്കൽ നജീബ് പേരാമ്പ്രയുമായിട്ട് സംസാരിച്ചപ്പോൾ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബർ വിശാലമാക്കട്ടെ, നജീബുമായിട്ട് സംസാരിച്ചപ്പോൾ നജീബ് എന്നോട് പറഞ്ഞു, ഞാൻ PSC പരീക്ഷ എഴുതാൻ വേണ്ടി പ്രിപ്പയർഡ് ആവാൻ വേണ്ടി പോയപ്പോൾ അവിടെ നേരത്തെ അവർ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. അവിടേക്കാണ് ഞാൻ കയറി. യൂണിവേഴ്സിറ്റിയിലെ കോഹിനൂർ അവിടുത്തെ ഒരു സെൻറ്ററിൽ ഞാനും പോയി. അവർ ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെന്ന് കുറച്ച് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. നോട്ടും കാര്യം സംഘടനാപരമായിട്ട് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നജീബ് അന്ന് എക്സാം എഴുതാനും വേണ്ടി പോയത്. അവിടെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ആളുകൾ വളരെ പ്രധാനപ്പെട്ട നല്ല കഴിവുള്ള ആൾക്കാരാണ്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. പരീക്ഷയൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ സംതൃപ്തിയിൽ അദ്ദേഹത്തിന് പരീക്ഷ എഴുതാൻ പറ്റി. പരീക്ഷ എഴുതി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി വായിച്ചു കൊടുത്തിരിക്കുന്ന ആളുകളൊക്കെ അവിടെ ഉണ്ട്. അത്യാവശ്യം ആളുകളൊക്കെ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കാസർഗോഡ് ജില്ലയിലെ HSAയിൽ ഹൈസ്കൂൾ ടീച്ചേഴ്സ് അസിസ്റ്റൻ്റ് പരീക്ഷയിൽ നജീബ് പേരാമ്പ്രക്ക് ഫസ്റ്റ് റാങ്ക്. നജീബിന് വായിച്ചു കൊടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ തൊട്ടടുത്ത റാങ്കുകളൊക്കെ ഉണ്ട്. നജീബ് ഈ റാങ്ക് ലിസ്റ്റ് വന്ന ഉടനെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഫൈസൽ സാഹിബ്, സത്യത്തിൽ ഈ റാങ്ക് എനിക്ക് എത്രമാത്രം അവകാശപ്പെട്ടു എന്ന് എനിക്കറിയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തല പ്രകാരം ഈ സന്ദർഭത്തിൽ എനിക്കൊരു റാങ്കും ജോലിയും അനിവാര്യമാണ്. പക്ഷേ ഈ സന്ദർഭത്തിൽ ഈ റാങ്ക് റബ്ബ് സുബ്ഹാനഹു വ തആല, ഞാൻ പഠിച്ചിട്ടുണ്ട്, വെറുതെ കിട്ടിയൊന്നുമല്ല, അള്ളാഹിൻ്റെ ഒരു തൗഫീഖ. ഈ പരീക്ഷയിൽ എന്നെ ഉന്നതിയിലേക്ക് എത്തിയത് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹം അന്ന് ഓതിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ അന്ന് തിരിച്ചു ഓതി കൊടുത്തോ എന്ന് എനിക്കറിയില്ല. ഫഅമ്മാമൻ അഅ്താ വത്തഖാ ഫസദ്ദഖ ബിൽ ഹുസ്ന ഫസനുയസ്സിറുഹു ലിൽ യുസ്റാ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുകയും ചെയ്യുന്നവന് അള്ളാഹു എപ്പോഴും ഒരു എളുപ്പ വഴി ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഇവിടെ സംസാരം കേൾക്കുമ്പോൾ പല ആളുകളും പല മനസ്സിലേക്ക് ഉദാഹരണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ടാകും. ഈ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഈ ഓടി നടന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളും ഞാനും അനുഭവിക്കുന്ന ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നജീബ് പേരാമ്പ്ര അന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി അനുഗ്രഹിച്ച് നമ്മളെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ വഴി തരും. ഇങ്ങോട്ട് യാത്ര പോകുമ്പോൾ നമ്മളൊക്കെ രാത്രി വൈകി വീട്ടിലെത്തുമ്പോൾ സംഘടനാപരമായിട്ട് ഓടിയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കും, പടച്ചോൻ ഇതുവരെ ഒരു വിഷമവും തന്നിട്ടില്ല. ഇതുവരെ അൽഹംദുലില്ലാ ഈ സന്ദർഭം വരെ ശാരീരികമായിട്ടോ അങ്ങനെ മാനസികമായിട്ടോ വല്ലാത്ത ടെൻഷനൊന്നും അനുഭവിക്കേണ്ട ഒരു സാഹചര്യം വന്നില്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഈ സന്ദർഭത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മാർഗത്തിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അള്ളാഹ് നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തന്നിരിക്കുന്ന ചില വിജയത്തിൻ്റെ വഴികളാണത്. അതുകൊണ്ട് ഈ ഭാഗം തന്നെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ സമയത്തിൻ്റെ പരിമിതി മൂലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യമാണ് ഇതിലേക്ക് ചേർത്ത് വെക്കാനുള്ളത്. അല്ല, ഈ പറഞ്ഞ വിഷയത്തിൻ്റെ ആകത്തുക ഇത് മാത്രമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളും ഞാനും നമ്മുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തി അവനിഷ്ടപ്പെട്ട രൂപത്തിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യാൻ ഒരു വേദി എന്നുള്ള അർത്ഥത്തിൽ KNM മർക്കസുദ്ദാവ വയനാട് ജില്ലാ സമിതിയെയും അതിൻ്റെ പോഷകഘടകങ്ങൾ നമ്മൾ പ്രവർത്തിക്കുക. ഇവിടെ നേരത്തെ ഒരു അനൗൺസ്മെൻറ്റ് കേട്ടില്ലേ നിങ്ങൾ, കുട്ടികൾക്കുള്ള മോറൽ ഹട്ടിനെ സംബന്ധിച്ച്. ഇവിടുത്തെ കുട്ടികൾ വളരെ സജീവമാണ്. നമ്മുടെ മക്കളെ നമുക്കിതിലേക്ക് ചേർത്താൻ പറ്റിയാൽ, അല്ലെങ്കിൽ അവരിതിൻ്റെ സംഘാടകരായിട്ട് മാറിയാൽ, അവരൊരു മോറൽ ഹട്ടിൽ പങ്കെടുത്ത് തിരിച്ചു പോകുമ്പോൾ നിലവിലുള്ള സമകാല ലോകത്ത് സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഒരുപാട് പരിഹാരങ്ങൾ കുട്ടികൾക്ക് അവിടെ ലഭിക്കും. ലിബറൽ ചിന്താഗതികൾ കുട്ടികളെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ദൈവനിരാസം ദൈവനിഷേധം ഒരു ഭാഗത്ത് അതിശക്തമായിട്ട് സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, പുതിയ തലമുറക്കുള്ളിലേക്ക് അത് ബോധപൂർവമായിട്ട് കുത്തിവെക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഈ തലമുറക്ക് ദിശാബോധം നൽകാനാണ്
ഈ ജില്ലയിലെ MSMന്റെ വിദ്യാർത്ഥികൾ ഒരു മോറൽ ഹട്ടിന് രൂപം നൽകിയത്. നമ്മുടെ മക്കളെ നമുക്കതിലേക്ക് പറഞ്ഞയക്കാം. യുവജന വിഭാഗമായിരിക്കുന്ന ISMന്റെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ യൂത്തിനെ നമുക്കതിലേക്ക് കൊണ്ടുപോകാം. അഭിമാനം തോന്നുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥിനി സംഘടന കേരളത്തിലെ തന്നെ ഏറ്റവും മാതൃകാപരമായിരിക്കുന്ന പ്രവർത്തനം. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്നൊരു നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ കീഴിലെ ഏറ്റവും ശക്തിയുള്ള അഭിമാനത്തോട് നമുക്ക് പറയാൻ കഴിയുന്ന നിരവധി കഴിവുള്ള കുട്ടികളുടെ നമ്മുടെ ഏറ്റവും പ്രായം കുറഞ്ഞ നമ്മുടെ IGM അതിലേക്ക് നമ്മുടെ മക്കളെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ, MSMലേക്ക് ചേർത്ത് നിർത്താൻ പറ്റിയാൽ, തീർച്ചയായിട്ടും നമ്മുടെ സമയത്തെയും നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ഒഴിവ് സമയത്തെയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വഴിയിൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയും. അതിന് നിങ്ങൾ അവസരം കണ്ടെത്തണം എന്നാണ് ഇതിലെ ഒന്നാമത്തെ ഒരു പോയിന്റായിട്ട് സൂചിപ്പിക്കുവാനുള്ളത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഭാഗം, ഈ പ്രവർത്തനത്തോടൊപ്പം തന്നെ നമുക്ക് ചില ക്വാളിറ്റീസ് വേണം, നമുക്ക് ചില ഗുണങ്ങൾ വേണം. ആ ഗുണം എന്താ? അത് അള്ളാഹുവുമായുള്ള ബന്ധമാണ്. ഒരു സംഘടനാ പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിൽ, ഒരു പ്രബോധകൻ എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവുമായിട്ട് വല്ലാത്ത ആത്മബന്ധമുണ്ടാവണം. കഴിഞ്ഞ ദിവസം ഒരു പ്രവർത്തകനെ, നമ്മുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ച് അപ്പുറത്തേക്ക് പോയൊരു പ്രവർത്തകനെ കണ്ടു. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ദൂരെ നിന്നും അടുത്തുനിന്നൊക്കെ നോക്കി കാണുന്നുണ്ട്, നല്ല പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. പിന്നെ പറഞ്ഞു, എൻ്റെ ഒരു മകനും നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കാനൊക്കെ സജീവമായിട്ടുണ്ട്. പക്ഷെ ഞാനൊരു പരാതി പറയുകയാണ് നിങ്ങളോട്. ഈ പള്ളിയിൽ നടക്കുന്ന ജമാഅത്ത് നമസ്കാരത്തിലോ ഇവിടെ നടക്കുന്ന പൊതുവായ അങ്ങനത്തെ കാര്യങ്ങളിലോ എൻ്റെ മകനെ എവിടെയും കാണാറില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞാൽ, നമ്മളിൽ നിന്ന് ആളുകൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പ്രബോധകന്മാരാണ്, നമ്മൾ മനുഷ്യന്മാരുമാണ്, നമ്മൾ മാലാഖമാരല്ല, എനിക്കത് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ സട്ടാവായിരിക്കുന്ന നാഥൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്ന കുറേ നിയമാവലികളുണ്ട്. അത് പരമാവധി പാലിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകും. അതുകൊണ്ടാണല്ലോ അള്ളാഹ് പറഞ്ഞത്, വമൻ യത്തഖില്ലാ യജ്അൽ ലഹു മഖ്റജ. നിങ്ങൾ എന്ത് പ്രതിസന്ധിയിലാണെങ്കിലും ശരി, അള്ളാഹുവുമായിട്ട് നിങ്ങൾക്ക് നല്ല ബന്ധമുണ്ടോ, ആ ബന്ധമുള്ള കാലത്തോളം നിങ്ങൾ മുട്ടുന്ന വാതിലുകളെല്ലാം തുറക്കപ്പെടും. 4 പെൺകുട്ടികളുള്ള ഒരു പാരൻസ് എന്നോട് പറഞ്ഞു, ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? എൻ്റെ മക്കളൊക്കെ വിവാഹപ്രായമായി. പക്ഷെ ഞാൻ അദ്ദേഹത്തിൽ കണ്ടൊരു പ്രധാനപ്പെട്ട ക്വാളിറ്റി ഉണ്ട്. റോഡരികിൽ പച്ചക്കറി വിൽപ്പനയാണ് അദ്ദേഹത്തിൻ്റെ ജോലി. റോഡരികിൽ തുണി വിരിച്ചുകൊണ്ട്, ചാക്ക് വിരിച്ചുകൊണ്ട് പച്ചക്കറിയാണ്. പക്ഷേ ആ പച്ചക്കറി വിൽപ്പനയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന ലാഭത്തെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, കച്ചവടത്തെപ്പറ്റിയും കൃത്യമായിട്ട് ബോധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്നെ അത്ഭുതപ്പെടുത്തിയത്, അഥവാ 3-4 ആൾക്കാർ അവിടെ വന്നിരുന്നാലും ശരി, ആ പച്ചക്കറി വെച്ചിരിക്കുന്ന ചാക്കൊന്ന് മടക്കി വെച്ചുകൊണ്ട് എൻ്റെ നാട്ടിലെ എല്ലാ ജമാഅത്ത് നമസ്കാരത്തിനും അദ്ദേഹത്തിൽ പള്ളിയിലുണ്ടാകും. എല്ലാ ജമാഅത്തിനും 2 ആൾക്കാർ വന്ന് നിന്നാൽ അവരോട് പറയും, ഈ പച്ചക്കറികളും നോക്കണം. എന്നിട്ട് ജമാഅത്ത് നമസ്കാരത്തിൽ അദ്ദേഹത്തിന് പോകും. ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ സ്വഭാവം മനസ്സിലാക്കിയത് കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട. സട്ടാവായിരിക്കുന്ന നാഥൻ, അവനുമായിട്ടുള്ള ഈ ആത്മബന്ധത്തിൻ്റെ പേരിൽ തന്നെ അള്ളാഹു നിങ്ങളുടെ പ്രയാസം മാറ്റിക്കൊടുക്കും. അദ്ദേഹം ഈ ദുനിയാവിന്ന് പോയി, പുറത്തു കൊടുക്കട്ടെ അള്ളാഹു. അദ്ദേഹത്തിൻ്റെ 4 മക്കളെയും കൊണ്ടുപോയത് സമ്പന്നന്മാരായിരിക്കുന്ന ആളാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എന്താ ഉദാഹരണത്തോടെ ഫിറ്റാനുള്ള കാരണം എന്താ അറിയോ? അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആശങ്ക എന്താ അറിയോ? എൻ്റെ സാധുവായിരിക്കുന്ന എൻ്റെ മക്കളെ ആര് കൂട്ടിക്കൊണ്ടുപോകും? സൗകര്യമില്ലാത്ത എൻ്റെ വീട്ടിൽ നിന്ന് ആര് കൂട്ടിക്കൊണ്ടുപോകും? പക്ഷെ സട്ടാവായിരിക്കുന്ന നാഥനുമായിട്ട് എനിക്കും നിങ്ങൾക്കും ആത്മബന്ധമുണ്ട് എങ്കിൽ നിങ്ങളും ഞാനും മുട്ടുന്ന വാതിലുകൾ തുറക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷെ എന്തു വേണം? അള്ളാഹുവുമായിട്ട് നമുക്ക് ബന്ധം വേണം. ഏതുവരെ? ഈ ശ്വാസം നിലക്കുന്നത് വരെ. മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അയ്യുൽ അഅ്മാലി അഹബ്ബ ഇലല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂലെ, ഏറ്റവും നല്ലൊരു കർമ്മം നിങ്ങൾ എനിക്ക് അറിയിച്ചു തരുമോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തമൂത വലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാ. നീ അവസാന ശ്വാസം നിലക്കുന്നത് വരെ നിന്റെ നാവ് ദൈവസ്മരണയാൽ നനയുന്നുണ്ട് എങ്കിൽ അതാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രവർത്തനം. എത്ര രസകരമായി, എത്ര മനോഹരമായിരിക്കുന്ന പ്രയോഗ. എന്താണ് ഏറ്റവും വലിയ പ്രവർത്തനം എന്നറിയാമോ? ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിൽ നിന്ന് യാത്ര പോകുന്നതുവരെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ട് പോവുക. അതെങ്ങനെയാ അള്ളാഹുമായിട്ടുള്ള സ്മരണ നിലനിർത്തുക? സട്ടാവായിരിക്കുന്ന നാഥനുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ അനവധി വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്.
ആ വഴികൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണോ, അള്ളാഹു യാതൊരു സംശയവുമില്ലാത്ത രൂപത്തിൽ അള്ളാഹു നമുക്ക് എല്ലാവിധ സഹായവും നൽകുക തന്നെ ചെയ്യും. അതിലേറ്റവും പ്രധാനപ്പെട്ട 2-3 സംഗതികൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ സംസാരം അവസാനിപ്പിക്കാം. അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകുന്നതിന് മുമ്പ് പടച്ചവനിലേക്ക് പശ്ചാത്താപം വർദ്ധിപ്പിച്ചുകൊണ്ട് പോകണം. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയും നമ്മുടെ ജീവിതത്തിന് തന്നെ ആക്കം നൽകുന്നതുമായ ഒരു കാര്യം നാവുകൊണ്ടും കർമ്മങ്ങൾ കൊണ്ടും മനസ്സുകൊണ്ടുമെല്ലാം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. ഒരു സംഘടനാ പ്രവർത്തകൻ, പ്രബോധകൻ എപ്പോഴും അള്ളാഹുവുമായിട്ട് ആത്മബന്ധമുള്ളവനായിരിക്കണം. അവൻ കരഞ്ഞ കണ്ണോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനാണ്. അതുകൊണ്ടായിരിക്കാം ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങൾ അള്ളാഹുവിൻ്റെ പശ്ചാത്താപത്തിലേക്ക് മെല്ലെ പോകരുത്. അവിടെ ഉപയോഗിച്ച പദം വേഗത്തിൽ പോകണം. എങ്ങോട്ട് പോകണം? മഗ്ഫിറത്തിലേക്ക് പോകണം. നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു പോയിരിക്കുന്ന പാപങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ തുറന്നു പറയാൻ മടിക്കരുത്. നിഷ്കപടമായ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. എനിക്കൊരു വേജാറുള്ള ഒരു കാര്യമാണ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗ്ഫാറുകളുടെ എണ്ണം നോക്കി, വഅന അത്തൂബു ഫിൽ യൗമി 100 മറ, ഞാൻ ദിവസവും 100 തവണ പശ്ചാത്തപിക്കാറുണ്ട്. ആര്? വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ പാപങ്ങൾ പൊറുക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദിവസവും 100 തവണ പശ്ചാത്തപിച്ചിട്ടാണ് റബ്ബിൻ്റെ അടുക്കലേക്ക് അടുക്കുക. വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് നിരവധി തെറ്റുകൾ ചെയ്ത ഈ സംസാരിക്കുന്ന ഞാനും ഈ സംസാരം ശ്രവിക്കുന്ന നിങ്ങളുമൊക്കെ എത്ര തവണ റബ്ബിനോട് പശ്ചാത്തപിക്കേണ്ടി വരും? നമ്മൾ എണ്ണി നോക്കിയിട്ടുണ്ടോ എൻ്റെ പശ്ചാത്താപത്തെ പറ്റി? ഞാനൊന്ന് വെറുതെ ഈ വിഷയം അങ്ങനെ നിരന്തരമായി പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാനിങ്ങനെ നോക്കാറുണ്ട് എൻ്റെ ഇസ്തിഗ്ഫാറുകളുടെ എണ്ണമെങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് സുജൂദുകളിൽ ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കും. ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹു ദിക്കഹു വജില്ലഹു വഅവ്വലഹു വആഖിറഹു വഅലാനിയതഹു വസിറഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നമസ്കാരങ്ങളുടെ സുജൂദിൽ സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥന നടത്താറുണ്ട്. ഇതാ ഞാൻ ഞെട്ടിപ്പോയൊരു കാര്യം, വളരെ അത്ഭുതം തോന്നിയ ഒരു കാര്യം, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ ഒരു തവണ അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന പ്രാർത്ഥനയിലുണ്ട്. വീണ്ടും പ്രവാചകൻ പറയാ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുത്തിടണമേ, ദിക്കഹു വജില്ലഹു, ചെറിയ പാപം, വഅവ്വലഹു വആഖിറഹു, ഞാൻ ആദ്യം ചെയ്ത പാപം, ഞാൻ അവസാനം ചെയ്ത പാപം, വഅലാനിയതഹു വസിറഹു, ഞാൻ രഹസ്യമായി ചെയ്ത പാപം, പരസ്യമായി ചെയ്ത പാപം. നമ്മൾ എത്ര തവണ പറയണം? സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിൽ ചൊല്ലിയിട്ടും തഹജ്ജുദ് നമസ്കാരങ്ങളുടെ സുജൂദിൽ ചൊല്ലിയിട്ടും 100ലേക്ക് എത്താൻ പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കലി യാന്ത്രികമായി ചെയ്യുന്ന അസ്തഗ്ഫിറുള്ള അല്ല, മനസ്സറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ ഈ പാപമോചനം വർദ്ധിപ്പിക്കുക. മാത്രവുമല്ല, ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഈ ഇസ്തിഗ്ഫാർ എന്നുള്ളത് പ്രൊട്ടക്ഷനാണ്. ഞാൻ ഉമർ റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും സംയുക്തമായി പറഞ്ഞൊരു വചനമുണ്ട്, ഒരു അസറുണ്ട്, സംയുക്ത രണ്ടുപേരും പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്കിങ്ങനെ വായിക്കാം, ലഖദ് കാന ഫിൽ അർളി അമാനാനി, ഈ ലോകത്ത് 2 പ്രൊട്ടക്ഷൻ ഉണ്ട്. ഈ ലോകത്ത് 2 തരം പ്രൊട്ടക്ഷൻ ഉണ്ട്. മിൻ അദാബില്ലാ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ശിക്ഷ വരാതിരിക്കാൻ 2 തരം പ്രൊട്ടക്ഷൻ, സംരക്ഷണ കവചം അള്ളാഹ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലൊന്ന് റഫഅൽ അവ്വൽ, ഒന്ന് പോയി വബഖിയ സാനി, മറ്റൊന്ന് ഇവിടെ ബാക്കിയുണ്ട്. ഫഅമ്മൽ അവ്വൽ, ഒന്നാമത്തത് വകാന വുജൂദു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ബൈനന്നാസ്, ജനങ്ങളുടെ കൂടെ. നബി ജനങ്ങളുടെ കൂടെ ജീവിക്കുമ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതേതാണ് ആ പ്രൊട്ടക്ഷൻ? വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, സൂറത്തു അൻഫാലിലെ 31-ാമത്തെ ആയത്ത്. മുഹമ്മദ് നബിയെ, താങ്കൾ ഇവിടെ ജീവിക്കുമ്പോൾ ജനങ്ങളെ അല്ലാഹ് ശിക്ഷിക്കൂല.
വലിയ വലിയ ദുരന്തങ്ങളൊന്നും തരൂല, വലിയ പ്രൊട്ടക്ഷനാണ് താങ്കൾക്ക്. അടുത്ത വചനം വഅമ്മസാനി, രണ്ടാമത്തെ ഈ ലോകത്തെ പ്രൊട്ടക്ഷൻ ഫഹുവൽ ഇസ്തിഗ്ഫാർ, പാപമോചനമാണ്. അതിന് അള്ളാഹു ഉപയോഗിച്ചിരിക്കുന്ന ആയത്തിന്റെ ബാക്കി വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ, ഒരു വിഭാഗം പശ്ചാത്താപം വർദ്ധിപ്പിക്കാൻ തയ്യാറുണ്ടോ അവരെ അള്ളാഹ് പിടികൂടൂല. എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വികാരത്തിനും വിചാരത്തിനും അടിമപ്പെട്ട് ചെയ്തിരിക്കുന്ന തെറ്റുകൾ കരഞ്ഞ കണ്ണോടുകൂടി റബ്ബിനോട് പറയുമ്പോൾ റബ്ബ് നമ്മോട് പറയാ, നിങ്ങൾക്ക് വല്ലാത്തൊരു സംരക്ഷണം ഈ ലോകത്ത് നൽകും. ഈ പ്രൊട്ടക്ഷനാണ് ഞാനും നിങ്ങളും നഷ്ടപ്പെടുന്നത്. സംഘടനാപരമായ തിരക്കിൻ്റെ ഇടയിൽ, ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് റബ്ബുമായിട്ടുള്ള ആത്മബന്ധം നഷ്ടപ്പെട്ടു പോവരുത്. നമ്മൾ സമയം കണ്ടെത്തണം. പള്ളിയിലേക്ക് ഒരു 10 മിനിറ്റ് നേരത്തെ, 5 മിനിറ്റ് നേരത്തെ വന്നിട്ട് സുന്നത്ത് നമസ്കാരം നിർവഹിച്ച് റബ്ബിനോട് ആത്മാർത്ഥമായിട്ട് പറയണം, റബ്ബേ, എൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ നിരവധി തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ ശ്വാസം നിലച്ചു പോകുന്നതിന് മുമ്പ് ഈ പാപങ്ങളെല്ലാം പൊറുത്ത് നിന്റെ അടുക്കലേക്ക് പാപരഹിതനായിട്ട് കണ്ടുമുട്ടാനുള്ള തൗഫീഖ് എനിക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെയാണ് നമ്മൾ മരിച്ചു പിരിഞ്ഞു പോകുന്നെങ്കിൽ നമുക്കൊരിക്കലും തന്നെ വേജാറാവേണ്ടയില്ല. ഗൗരവമുള്ള ഒരു വിഷയമാണ്, ഗൗരവമുള്ള വിഷയം. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം തരും. ആ ഗ്രന്ഥം തരുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കും. ആരാന്നറിയോ? തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറൻ, ധാരാളമായി തൗബ ചെയ്തു വന്നിരിക്കുന്ന ആൾക്ക് മംഗളമുണ്ട്. ഏറ്റവും കൂടുതൽ തൗബ ചെയ്തു വന്നിരിക്കുന്ന ആളുകൾക്ക് മംഗളമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? സുജൂദിൽ കിടന്നുകൊണ്ട് പറയുക, അല്ലാഹുമ്മഗ്ഫിർ ലീ ദംബി വവസ്സിഅ ലീ ഫീ ദാരി വബാരിക് ലീ ഫീ റിസ്ഖി. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ പൊറുത്തിരണമേ, എൻ്റെ വീട്ടിൽ നീ വിശാലത നൽകണമേ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് ബർക്കത്ത് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അള്ളാഹുമായിട്ട് നമ്മുടെ ബന്ധം സുദൃഢമാകും. അങ്ങനെ ഒരു ബന്ധമുണ്ടാക്കാം. മറ്റൊരു ബന്ധം നമ്മുടെ നമസ്കാരത്തിലൂടെയാണ്, ആരാധനാ കർമ്മങ്ങളിലൂടെയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സുന്നത്താണെങ്കിൽ പോലും രാത്രി നമസ്കാരം ഈ കൂടിയിരിക്കുന്ന സംഘടനാ പ്രവർത്തകന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി ആയിട്ട് ഉണ്ടാവേണ്ടത് രാത്രി നമസ്കരിക്കുന്ന ആളുകളായിട്ട് നമുക്ക് മാറാൻ കഴിയണം. അതെന്തിനാണെന്നറിയാമോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അവൻ്റെ മനക്കരുത്ത്, അവൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഖുർആനിക ഭാഷ്യപ്രകാരം അവൻ്റെ രാത്രി നമസ്കാരമാണ്. അത് കുറേ റക്അത്ത് നമസ്കരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. നബീൻ്റെ അടുത്ത് വന്നൊരു സഹാബി ചോദിച്ചു, അയ്യുൽ അഅ്മാലി അഹബ്ബ ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ദാവമ സാഹിബഹു വഇൻ ഖല്ല, വളരെ കുറച്ചാണെങ്കിലും സ്ഥിരമായി ചെയ്യുന്ന ഇബാദത്തുകളാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇപ്പൊ സുബൈ നമസ്കാരം ഏതാണ്ട് ഒരു 4:59 5 മണീൻ്റെ അടുത്താണല്ലോ. നമ്മളൊരു 4:30 മണിക്ക് നമ്മുടെ അലാറം സെറ്റ് ചെയ്യുക. 4:30 മണിക്ക് ബാത്റൂമിൽ കൂടുതൽ സമയം ആവശ്യമില്ലാത്ത ആളുകൾ 4:30 മണിക്ക് എഴുന്നേറ്റ് ഒരു 10 മിനിറ്റ് നേരം പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിച്ച് ഏറ്റവും ചുരുക്കം ഒരു 3 റക്അത്തെങ്കിലും നമസ്കരിച്ച് ആ നമസ്കാരത്തിൻ്റെ ഖിറാഅത്ത് കുറച്ച് ദൈർഘ്യം കുറവാണെങ്കിലും കുറച്ച് പ്രാർത്ഥനകൾ കാണാതെ പഠിച്ച് കരഞ്ഞ കണ്ടോടുകൂടി സുജൂദിൽ കടന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. നമ്മൾ എത്രമാത്രം സംഘടനാ പ്രവർത്തനം നടത്തിയാലും ഈ അള്ളാഹുമായിട്ടുള്ള ആത്മബന്ധം ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയണം. അതൊക്കെ കുറേ പറയാനുണ്ട്, ഒരു പരന്ന വിഷയമാണ്. നിങ്ങൾ പഠിക്കുക. അത്യാവശ്യം ഉത്ഭുതമായ ഒരു സദസ്സാണെന്ന് കൃത്യമായിട്ട് എനിക്ക് ബോധ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ രാത്രി നമസ്കാരം നമ്മൾ ചെയ്യാം. ഇനി ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. രാത്രി എനിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ സുബൈ തന്നെ എൻ്റെ നമസ്കാരം കട്ടാണെന്ന് തോന്നുമ്പോൾ ഇശാ നമസ്കാരത്തിന് ശേഷം ഒരു 1-3 റക്അത്തെങ്കിലും ചുരുങ്ങിയത് നിർവഹിച്ചുകൊണ്ട് കിടന്നുറങ്ങാൻ നമുക്ക് പറ്റുകയാണെങ്കിൽ അത് ജീവിതത്തിലെ വലിയ സൗഭാഗ്യം. ഞാനിന്നൊരു ഹദീസ് വായിച്ചു, നിങ്ങൾക്കും ആ ഹദീസ് അറിയാം. റസൂൽ പറഞ്ഞു, രാത്രിയുടെ അവസാന ഭാഗത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ വന്ന് നമ്മോട് പറയും, നമുക്കൊരു ഓപ്ഷൻ തരിക, മൻ യദ്ഉനി ഫഅസ്തജിബു ലഹു, ആരാണോ എന്നോട് പ്രാർത്ഥിക്കുന്നത് അവൻ ഉത്തരം കിട്ടും.
പ്രഭാതത്തിൽ എല്ലാവരും കടന്നുറങ്ങുമ്പോൾ സുബൈക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. വമൻ യസ്അൽനി ഫഉഅതീഹി, ആരെങ്കിലും എന്നോട് വല്ല ആവശ്യവും ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വമൻ യസ്തഗ്ഫിർനി ഫഅഗ്ഫിർ ലഹു, ആരെങ്കിലും എന്നോട് പാപമോചനം തേടിയാൽ ആ സന്ദർഭത്തിൽ ഞാൻ അവൻ്റെ പാപങ്ങൾ മാറ്റി കൊടുക്കും. നമ്മൾ ആ സമയമാണ് കിടന്നുറങ്ങുക. ഞാനും ഉറങ്ങിപ്പോകാറുണ്ട്. നമ്മുടെയൊക്കെ യാത്രക്കിടയിൽ പലപ്പോഴും ഉറങ്ങും. പ്രിയപ്പെട്ടവരെ, ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ രക്ഷയാണ്. എൻ്റെ നാട്ടിലൊരു ആത്മസുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞു, വിദേശത്താണ് ഒരുപാട് കാലമായിട്ട്. അദ്ദേഹം പറയാം 10-40 കൊല്ലമായിട്ട് അലാറം വെക്കലില്ല. 10-40 കൊല്ലമായിട്ട് അലാറല്ല. ആ തുടക്കത്തിൽ കുറച്ചു കാലം വെച്ചിരുന്നു. ഇപ്പം 4:30 മണിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഉറക്കമേ ഇല്ല. എന്താ അറിയോ? ഒരു ശീല. അലാറത്തിൻ്റെ ആവശ്യമല്ല. 4:30 മണിക്ക് ഇനി എന്ത് തണുപ്പ് വന്നാലും എന്ത് സാഹചര്യം വന്നാലും ഉറക്കമില്ല. ശീലമാണ്. നമ്മൾ ഒരാഴ്ച കഠിനമായി പരിശ്രമിക്കേണ്ടി വരും. ഒരാഴ്ച കഠിനമായി പരിശ്രമിച്ചാൽ ഈ ഇബാദത്തുകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? കുറച്ചുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരവസരമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. സുന്നത്തായ എത്ര കർമ്മങ്ങളുണ്ട്, സുന്നത്തായ നമസ്കാരങ്ങൾ എത്ര ഉണ്ട്. നമ്മൾ അതിനൊരു വ്യാഖ്യാനം പഠിച്ചു പോയി. എന്താ വ്യാഖ്യാനം? നമ്മൾ മുജാഹിദുകളാണ്. നമ്മൾ മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കുന്ന ആളുകളായിരിക്കണം. നിരവധി കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നബീൻ്റെ അടുത്ത് വന്ന ഒരു സ്വഹാബി പറഞ്ഞില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ കൂടെ എനിക്ക് സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞോ? ഇല്ല. മൊയ്തീൻ ഷെയ്ഖ് പറഞ്ഞ മാതിരി ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞോ? ഇല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് എൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് വരാം, പക്ഷേ നീ ഒരു ഹെൽപ്പ് ചെയ്യണം എന്നെ. എന്താ ഹെൽപ്പ്? ഫഇന്നി അലാ കസ്റത്തി സുജൂദ്, സുജൂദുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. എന്താ സുജൂദ് വർദ്ധിപ്പിക്കാനാൽ? ഏറ്റവും ചുരുക്കം ഈ സംഘടനാ പ്രവർത്തകന്മാർ റവാത്തീബായ 10 റക്അത്ത് സുന്നത്തെങ്കിലും നിർവഹിക്കുന്നവരാവണം. അതെന്തിനാ? അതൊരു മനുഷ്യൻ്റെ ഐഡന്റിറ്റിയാണ്. സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിനെ പറ്റി എന്താ പറഞ്ഞത്? റക്അത്താ അൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും വലുതാണ് സുബൈക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. ഒരിക്കൽ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് നബിയാ നിസ്കരിച്ചു. ഫർള് നിസ്കാരം കഴിഞ്ഞപ്പോൾ അനുചരന്മാർ ചോദിച്ചു, ഇതെന്ത് നിസ്കാര? അപ്പോൾ റസൂൽ പറഞ്ഞു, എനിക്കിന്ന് സുന്നത്ത് നിസ്കാരം ഫർളിന് മുമ്പ് ചെയ്യാൻ പറ്റിയില്ല, അത് മിസ്സാകാൻ പാടില്ല. നമുക്കത് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളത് പണ്ഡിത ലോകത്ത് ചർച്ച ഉണ്ട്. അത് വേറൊരു ചർച്ചയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നമസ്കാരം ഒഴിവാക്കാറില്ല. സുബൈക്ക് മുമ്പ് 2 റക്അത്ത് ജമാഅത്ത് നമസ്കാരം വീട്ടിൽ നിന്നാണ് ഒളു എടുക്കേണ്ടത്. വീട്ടിൽ നിന്ന് ഒളു എടുത്തൊരു സംഘടനാ പ്രവർത്തകൻ തൻ്റെ പള്ളിയിലേക്ക് നീങ്ങുന്നവനാവണം. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന സൗഭാഗ്യം, റബ്ബ് സുബ്ഹാനഹു വ തആല അയാൾക്ക് നൽകുന്ന സൗഭാഗ്യം അൽഹംദുലില്ലാഹ് വളരെ റാഹത്തായിരിക്കും. ഇതിൽ ഞാൻ പറഞ്ഞ ഓരോ ടോപ്പിക്കും ഓരോ 50 മിനിറ്റ് നേരം നമുക്ക് സംസാരിക്കാനുള്ളതാണ്. നമ്മുടെ ഓരോ ഖുതുബയാണല്ലോ അത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സൂചനകൾ മതിയാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇതൊരു പ്രഭാഷണത്തിനുള്ള ഒരു പ്രഭാഷണമായി നിങ്ങൾ കാണാതെ എൻ്റെ ഹൃദയാന്തരാളത്തിൽ നിന്ന് വരുന്ന ഒരു സന്ദേശമായിട്ട് കണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഹോള് വിട്ടു പോകുമ്പോൾ ഫൈസൽ മാഷ് പറഞ്ഞ രൂപത്തിൽ പരമാവധി എൻ്റെ ജീവിതം ക്രമപ്പെടുത്തുമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇതിൻ്റെ സംഘാടകരും ഈ സംസാരിച്ച ഞാനുമൊക്കെ എത്രയോ സൗഭാഗ്യവാന്മാരായിരിക്കും. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കണം. കുട്ടികൾ എൻ്റെ സംസാരം ശ്രവിക്കുന്നുണ്ട്, യുവാക്കൾ എൻ്റെ സംസാരം ശ്രവിക്കുന്നുണ്ട്. രാത്രി വൈകിയാണ് ഉറങ്ങുന്നത്. എൻ്റെ വീട്ടിലുമുണ്ടത്. ഞാനും പ്രയാസത്തിലാണ്. 12 മണിക്കും 1 മണിക്കും കിടന്നുറങ്ങും. അവരെ നമ്മൾ സുബൈക്ക് തട്ടുണർത്തിയാൽ അവർക്ക് എഴുന്നേൽക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. അതൊരു ശീലമായിട്ട് സംഘടനാ പ്രവർത്തകന്മാരുടേത് മാറാൻ കഴിയണം. അപ്പോൾ അള്ളാഹുവുമായിട്ട് നമുക്ക് കൂടുതൽ അടുക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോകും. എങ്ങനെ നമ്മൾ തിരിച്ചു പോവുക? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. ആ പദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ കോട്ട് ചെയ്യുന്ന ഒരു ആയത്താണ്. ആ ആയത്ത് ഞാൻ കോട്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. അതിലെ 2 പദങ്ങൾ, ഒന്ന് റാളിയത്ത്, മറ്റൊന്ന് മർളിയത്ത്. ലേണിംഗ് ക്ലാസ് പോയിരിക്കുന്ന ആളുകൾക്കറിയാം അതിൻ്റെ അർത്ഥം. ഒന്ന്, എനിക്ക് എന്നെപ്പറ്റി തന്നെ തൃപ്തി,
മറ്റൊന്ന് അള്ളാഹുവിന് എന്നെപ്പറ്റി തൃപ്തി. അതാണ് ആ പദത്തിൻ്റെ അർത്ഥം. ഒന്ന് സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ്, ഒന്ന് അള്ളാഹിൻ്റെ തൃപ്തിയാണ്. എന്നെ വിളിക്കാൻ വേണ്ടി വരിക, മരണത്തിൻ്റെ മാലാഖ് എന്നെ വിളിക്കാൻ വേണ്ടി വരുമ്പോൾ നിന്റെ കുടുംബക്കാരായിരിക്കുന്ന ആളുകളൊക്കെ കരയുകയാണ്. പക്ഷെ നീ കരയേണ്ടതില്ല. നീ നിന്റെ ജീവിതത്തിൽ ധാരാളം അമലുകൾ ചെയ്ത ആളാണ്. നീ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ നീ സ്വയം സംതൃപ്തിയോടുകൂടി റബ്ബിൻ്റെ തൃപ്തി കിട്ടിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വന്നോ. വല്ലാത്തൊരായത്താ. നിങ്ങൾക്കും എനിക്കും പരിചയമുള്ള മറ്റൊരായത്തില്ലേ, മരണസന്ദർഭത്തെ പറ്റിയാണ് അത്രേ ആ ആയത്ത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി ലത്തി കുൻതും തുഅദൂൻ. പണ്ഡിതന്മാർ ഈ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മാലാഖ് നമ്മളെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മളിങ്ങനെ സമാധാനത്തോടു കൂടിയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ കരയും, പ്രയാസപ്പെടും. നമ്മോടും മലക്ക് പറയും, എന്താ പറയാറിയോ, നീ വിഷമിക്കണ്ട, നീ ദുഃഖിക്കണ്ട. കാരണം നിന്റെ ജീവിതം എങ്ങനെയാ? ആയത്തിന്റെ തുടക്കം ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, റബ്ബാണെന്ന് പറയുക മാത്രമല്ല, സുമ്മസ്തഖാമു, പിന്നെ അവൻ ജീവിച്ചത് സ്ട്രൈറ്റ് വേല. ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ചൊവ്വെ അവൻ ജീവിച്ചു. അവനോട് പറയാ, ഈ പേടിക്കണ്ട, ഈ ദുഃഖിക്കണ്ട, ഒന്നും പേടിക്കണ്ട, നീ ധൈര്യമായിട്ട് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലേക്ക് തിരിച്ചു വന്നോ. അങ്ങനെ വരാൻ കഴിയണം. അതൊരു ജീവിതത്തിൻ്റെ വലിയ സൗഭാഗ്യമാണ്. എൻ്റെ നാട്ടിൽ ഒരു 6 മാസം മുമ്പ് ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി. ഒരു വിസ്തത്തിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹം അതൊരിക്കലും ഒരു കവറുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഭാര്യൻ്റെ കൈ കൊടുത്തു. ഭാര്യ പെട്ടെന്ന് എന്തോ നൈറ്റിയോ ഒറ്റാന്ന് വിചാരിച്ചു. അത് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് മയ്യത്തിൻ്റെ കഫം പുടവയാണിത്. ആ കഫം പുടവ എനിക്ക് എപ്പോഴും കാണുന്ന രൂപത്തിൽ പ്രദർശിപ്പിച്ചു വെക്കണം. അവർ കാണുന്ന രൂപത്തിൽ തന്നെ വെച്ചു. എപ്പോഴും ഒന്ന് പോകുമ്പോൾ ആ കഫം പുടവയൊന്ന് കാണും. അതൊരു ഓർമ്മയാണ്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, രോഗികളെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകും. ഒരിക്കലും എവിടെയോ ഒരു യാത്ര കഴിഞ്ഞ് രോഗികളൊക്കെ സന്ദർശിച്ച് വീട്ടിൽ വന്ന് വെള്ളടിച്ചു. കുറച്ച് വെള്ളം വേണമെന്നാണ് വൈഫ് വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഇരുന്ന സ്ഥലത്ത് നിന്ന് കൊലായിൽ തന്നെ മറഞ്ഞു കിടക്കുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പം ഈ ദുനിയാവെന്ന് യാത്ര പോയി. അദ്ദേഹത്തിന് അവിടെ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കഫം പുടവ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയി. ഈ മനുഷ്യൻ ഒരു ഗോള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആ ഗോള്? ഇവിടുന്ന് ഏത് സന്ദർഭത്തിൽ പോവുകയാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ട് പോകാൻ കഴിയണം. മറ്റു മനുഷ്യന്മാരോട് ശത്രുതയും വിദ്വേഷവും പകയും വെച്ച് നടക്കുന്നവന് അങ്ങനെ പോകാൻ കഴിയില്ല. ബന്ധങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. സ്വന്തം കുടുംബ ബന്ധം ചേർക്കാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ അയാൾ പിരിഞ്ഞു പോകുമ്പോൾ റാഹത്തായിട്ട് പോകാൻ കഴിയില്ല. സ്വന്തം ജ്യേഷ്ഠനോട് സലാം പറയാതെ, സ്വന്തം അനിയനോട് സലാം പറയാതെ, സഹപ്രവർത്തകനായിരിക്കുന്ന ഒരു സുഹൃത്തിനെ കാണുമ്പോൾ സലാം പറയാൻ കഴിയാതെ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മുഴുവനും വിദ്വേഷവും പകയുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നെങ്കിൽ അവസാനം പോകുമ്പം അങ്ങനെ പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, ബുല്ലു അർഹാമക്കും വലോ ബിസലാം, ഒരു സലാം പറഞ്ഞെങ്കിലും ബന്ധങ്ങൾ നട്ടു നനയ്ക്കണം. അതൊക്കെ വേറൊരു ടോപ്പിക്കാ. സംഘടനാ പ്രവർത്തകന്മാർ തമ്മിൽ എപ്പോഴും ആത്മബന്ധമുണ്ടാവണം. ഉള്ളിൽ വേറൊരു സ്വഭാവവും പുറത്തൊരു സ്വഭാവമാവാൻ പാടില്ല. പരസ്പരം ചേർന്ന് നിൽക്കാൻ കഴിയണം. അതൊരു ടോപ്പിക്കായിട്ട് നമ്മൾ ചർച്ച ചെയ്യണം. ആത്മബന്ധമുണ്ടാവണം. ആരെങ്കിലുമായിട്ട് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിനയം കാണിച്ച്, തൊലിക്കട്ടിയുള്ളവനത് കഴിയില്ല, വിനയം കാണിച്ച് സലാം പറയാനുള്ള മനസ്സുണ്ടാവണം. ചേർത്ത് നിർത്താൻ കഴിയണം. ഒരു പക്ഷേ ആ സലാം മടക്കുക പോലും ഉണ്ടാവില്ല. സാരല്ല, ഓൻ സലാം മടക്കിയിട്ടില്ലെങ്കിലും എൻ്റെ ജീവിതം, എൻ്റെ മരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി തൊലിക്കട്ടി മാറ്റി വെക്കുക, വിനയം കാണിക്കുക. എങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ സംതൃപ്തിയിൽ പോകാൻ കഴിയും. അല്ലെങ്കിൽ ആ തൊലിക്കട്ടി മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഇവിടുന്ന് പോകുമ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായിട്ട് പോകാൻ കഴിയണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകൾ പറ്റിപ്പോയിട്ടുണ്ടാകും. അതൊക്കെ തിരുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, റഹിമല്ലാഹു ഇംറഅൻ അഹ്ദാ ഇലയ്യ ഉയൂബി. റഹിമല്ലാഹു ഇംറഅൻ, ഒരു മനുഷ്യൻ അള്ളാഹു കാരുണ്യം ചെയ്യട്ടെ. അയാൾ ചെയ്ത പണി എന്താ അറിയോ? എൻ്റെ ന്യൂനതകൾ എന്നോട് വന്ന് പറഞ്ഞു.
എന്താണ് ആ വാക്ക്? ഞാനിവിടെ പ്രസംഗിച്ചു പോയി, എന്നോടൊരാൾ സീക്രട്ടായിട്ട് വന്ന് പറയുക, നിങ്ങളെ പ്രസംഗം ഉഷാറാ, പക്ഷെ നിങ്ങൾ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ അപ്പം തിരുത്തണം, ഞാനത് തിരുത്താൻ വേണ്ടി തയ്യാറാവണം, എന്നിട്ട് ഞാൻ അയാൾക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതൊരു ഹൃദയവിശാലതയുള്ള ആളുകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. നമ്മൾ കുറേ ഭാരവാഹിത്വം ഏറ്റെടുത്തുകൊണ്ട് കാര്യമല്ല. സംഘടനയുടെ ശാഖ മുതൽ സംസ്ഥാനം വരെയുള്ള ഭാരവാഹിത്വം ഏറ്റെടുത്തിട്ട് ഒരു മനുഷ്യനാവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു കാര്യമില്ല. അള്ളാഹിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ തുലാസിൽ ധാരാളം നന്മകൾ തൂങ്ങി, എന്ന് ഖുർആൻ പറഞ്ഞ നന്മകളാൽ ധന്യമായി റബ്ബിനെ കണ്ടുമുട്ടാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ സംഘടനാ പ്രവർത്തനം അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. വയനാട് ജില്ലാ KNM മർക്കസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് നന്മണ്ടയിൽ നിന്ന് ഇവിടെ വരാൻ പറ്റി. ഞാൻ പഠിച്ച കുറേ മതപരമായ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റി, നിങ്ങൾക്ക് മറിഞ്ഞു തരാൻ പറ്റി. നിങ്ങൾക്ക് ഈ പ്രസ്ഥാനമുണ്ടായതുകൊണ്ട് വില പിടിച്ച സമയം ഉള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, വിലപിടിപ്പുള്ള സമയമുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്കിവിടെ വന്ന് ഇരിക്കാൻ പറ്റി. ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഈ സൗഭാഗ്യം നിലനിർത്തി കിട്ടാനും വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഒരു പ്രാർത്ഥന കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെ നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ വ അജിർനാ മിൻ ഖിസിയിദ് ദുനിയ വ അദാബിൽ ആഖിറ. അള്ളാഹുവെ, എല്ലാ പ്രവർത്തനങ്ങളും ലാസ്റ്റ് ഘട്ടം നന്നാക്കണേ. ഈ പരിപാടിൻ്റെ ലാസ്റ്റ് ഘട്ടം ഏതാ? ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം ഖിറാഅത്ത്, ഇതിൻ്റെ ലാസ്റ്റ് ഘട്ടം ഇവിടെ നന്ദി കഴിഞ്ഞ് പിരിഞ്ഞുക പ്രാർത്ഥിക്കുക അള്ളാഹുവോട്. അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. എൻ്റെ കാര്യങ്ങളിൽ എല്ലാ പര്യവസാനവും നന്നാവണേ. എൻ്റെ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ് ഏതാ? മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന ദിവസം, ഇവിടെ ദുനിയാവിലത്തെ. എൻ്റെ ലാസ്റ്റ് ഏതാ? ദുനിയാവെന്ന് വിട പറഞ്ഞു പോകുന്ന ദിവസം. അപ്പോൾ അത് നന്നാവണം. അതിനെന്ത് പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതനാ ഫിൽ ഉമൂരി കുല്ലിഹാ. പടച്ചോനെ, എൻ്റെ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനം നന്നാക്കണേ. ഈ പരിപാടിൻ്റെ പര്യവസാനവും നന്നാക്കണേ. വ അജിർനാ മിൻ ഖിസിയിദ് ദുനിയ. ദുനിയാവിൻ്റെ അപമാനത്തിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ. ഇപ്പം ഞാൻ നല്ല ഇസ്സത്തുള്ള ഒരാളാ, സ്ഥാനമാനുണ്ട്, എല്ലാം കൊണ്ട്. പക്ഷേ ഈ അഭിമാനം അപമാനമായി മാറാൻ കുറഞ്ഞ സമയം മതി. കുറഞ്ഞ സമയം കൊണ്ട് അപമാനിതനായി മാറും. പടച്ചോനെ, ദുനിയാവിൽ ഇനി അപമാനിക്കരുതേ. വ അജിർനാ മിൻ ഖിസിയിദ് ദുനിയ വ അദാബിൽ ആഖിറ. പരലോകത്തിലെ എല്ലാ ശിക്ഷയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നുകൂടി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് റബ്ബിലേക്ക് കൂടുതലായിട്ടടുത്ത് അവൻ്റെ കർമ്മമണ്ഡലത്തിൽ സജീവമായി നെറ്റിത്തടത്തിൽ വേർപ്പോടുകൂടി മരണപ്പെടാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സർവ്വസ്ഥനായ നാഥൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മളിങ്ങനെ ക്ലാസ് എടുക്കാൻ പോകുന്നതുകൊണ്ടായിരിക്കാം പ്രാർത്ഥനയ്ക്കുള്ള വസിയത്ത് വന്നുകൊണ്ടേയിരിക്കാറുണ്ട്. അള്ളാഹുവേ, രോഗികളായിരിക്കുന്ന ആളുകൾക്ക് നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. ഇത്തരം വലിയ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങളെ നീ കാത്ത് രക്ഷപ്പെടുത്തണേ നാഥ. മരണപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ. വയനാട് ജില്ലയിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകി ദുനിയാവുന്ന യാത്ര പോയ എനിക്ക് പേരറിയാത്ത ഒരുപാട് പണ്ഡിതന്മാർ, ഹൈദർ മൗലവി, മുട്ടിലിനെ പോലെയുള്ള പേരോർമ്മയുള്ളത് പറഞ്ഞു എന്ന് മാത്രം, ഒരുപാട് പണ്ഡിതന്മാർ. അള്ളാഹുവേ, അവരുടെ അധ്വാനമൊക്കെ നീ സ്വീകരിച്ച് നാളെ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും നീ ഒരുമിച്ച് കൂട്ടണേ നാഥ. അള്ളാഹുവേ, ഇവിടുന്ന് പിരിഞ്ഞു പോകുമ്പോൾ, ദുനിയാവുന്ന യാത്ര പോകുമ്പോൾ വളരെ തൃപ്തിയോടുകൂടി നിൻ്റെ ഏറ്റവും നല്ല തൃപ്തി കിട്ടി മരണപ്പെട്ടു പോകുന്ന സജ്ജനങ്ങളിൽ അള്ളാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങൾക്ക് ഈ ദീൻ്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ട് ഓടി നടക്കാനുള്ള ആരോഗ്യവും ആയുസ്സും സന്മനസ്സും സൗഭാഗ്യവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളിർമ പ്രദാനം ചെയ്യണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് നീ ധാർമ്മിക ബോധം നൽകി അനുഗ്രഹിക്കണേ നാഥ. ആരാധനാ കർമ്മങ്ങൾ ചിട്ടയുള്ള മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മയ്യത്തസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ ഖബറിങ്കിൽ വന്ന് സലാം പറയുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റി അനുഗ്രഹിക്കണേ നാഥ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കൾക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസവും തൊഴിലും നൽകി നീ അനുഗ്രഹിക്കണേ. അവർക്ക് ഏറ്റവും നല്ല ഇണകളെ, മക്കളെ നീ സമ്മാനമായി നൽകി അനുഗ്രഹിക്കണേ നാഥ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന
വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.